അത്തഹിയ്യാത്തിന്റെ അർത്ഥം പണ്ട് മദ്രസയെ പഠിക്കായിട്ട് അടിയിട്ടവരാരൊക്കെ ഉള്ളത്? എന്നിട്ട് പഠിക്കാൻ പോയത് എങ്ങനെ? അത്തഹിയ്യാത്തു അഭിവാദ്യങ്ങൾ, അത്തഹിയ്യാത്തു അഭിവാദ്യങ്ങൾ, അത്തഹിയ്യാത്തു അഭിവാദ്യങ്ങൾ, അത്തഹിയ്യാത്തു അഭിവാദ്യങ്ങൾ, അത്തഹിയ്യാത്തു അഭിവാദ്യം, അൽ മുബാറകാത്തു അനുഗ്രഹങ്ങൾ, അങ്ങനെ പഠിച്ചു ഓർമ്മയുണ്ട്. അതിനർത്ഥം നമ്മൾ പഠിച്ചിരുന്ന ഒരു രീതി ഉണ്ട്. ഇന്ന് സുബഹി നമസ്കാരത്തിൽ നിങ്ങൾ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആത്മാർത്ഥമായിട്ട് പ്രവാചകരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും എന്താ സലാം പറയുന്നത്? എന്താ നമ്മൾ എങ്ങനെ സലാം പറയുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ നമ്മളൊരാളെ കണ്ടുമുട്ടിയാൽ എന്താ പറയല്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ സലാം പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിന്റെ ഫലം എന്താ ഉണ്ടാവണ്ടേ? അതിന്റെ റിസൾട്ട് എന്താ ഉണ്ടാവണ്ടേ? അത് തിരിച്ചു മറുപടി പറയും. പക്ഷെ സലാം പറയുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ട്. എന്താ അറിയാമോ? ഇഷ്ടം ഉണ്ടാവും. കാരണം എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അള്ളാഹു സമാധാനവും അള്ളാഹു റഹ്മത്തും അള്ളാഹു ബർക്കത്തും ഒക്കെ തരട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കണോ? നിങ്ങൾ തിരിച്ച് ആ സമയത്ത് പറയോ അലൈക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ അതൊക്കെ എന്ന് നിങ്ങൾ എന്നോട് അറിയാം. നമ്മൾ തമ്മിൽ ശത്രുത ഉണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് പറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തമ്മില് മാനസികമായ അടുപ്പുണ്ടാവണം. നിങ്ങൾ മുഅ്മിനാവാൻ സ്വർഗത്തെ പോവില്ല. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾ മുഅ്മിനീങ്ങളാവില്ല. മുഅ്മിനുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിന്റെ പ്രത്യേകത എന്താണ് എന്നത് സൂറത്തുൽ ഹുജറാത്ത് അത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് സമയം അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ ഒരു മഹലിൽ കുറെ മുഅ്മിനീങ്ങളുണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലെങ്കിൽ അവരെ മുഅ്മിനുകളുടെ ഒരു കൂട്ടം എന്ന് വിളിക്കാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചിട്ടുള്ളത് ഖുർആൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സാധനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കൂട്ടത്തിന്റെ ഇടയിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല? അനിഷ്ടം ഉണ്ടാവാൻ പാടില്ല, മാനസികമായ അകൽച്ച ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തുഅ്മിനൂ ഹത്താ തഹാബു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ആരാവില്ല? മുഅ്മിനാണെന്ന് പറയാൻ കഴിയില്ല. മുഅ്മിനാവാതെ നിങ്ങൾ എവിടെയും പോവില്ല, സ്വർഗത്തിലും പോവില്ല. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും. ഞാനൊരു കാര്യം പറഞ്ഞേ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം എന്തുണ്ടാവും? ഇഷ്ടം ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്? അഫ്ശുസ്സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ എന്തിനെ വ്യാപിപ്പിക്കുക? സലാം വ്യാപിപ്പിക്കുക. എന്റെ സഹോദരനെ കാണുമ്പോൾ, എന്റെ ഉമ്മാനെ കാണുമ്പോൾ, എന്റെ ഉപ്പാനെ കാണുമ്പോൾ, എന്റെ മക്കളെ കാണുമ്പോൾ ഞാൻ എന്ത് പറയാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എന്തുണ്ടാവട്ടെ? സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ മേൽ. അസ്സലാമു അലൈക്കും. സലാം മാത്രമല്ല, സമാധാനം മാത്രമല്ല, നമ്മൾ പിന്നെയും കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പറയും. എന്തിനൊക്കെ പറയും? വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. വബറകാതുഹു, അവന്റെ ബറക്കത്തുകളും കിട്ടട്ടെ നിങ്ങൾക്ക്. എന്താ റഹ്മത്തും ബറക്കത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് പിന്നെ പറയാം. പറയണ്ട, റഹ്മത്തും ബറക്കത്തും നല്ല വ്യത്യാസമുള്ള സാധനം, പഠിക്കേണ്ട സാധനമാണ്. റഹ്മത്തും ബറക്കത്തും നിഅമത്തും ഒക്കെ വ്യത്യസ്തമായ സാധനം, ഫദ്ലും വ്യത്യസ്തമായ സാധനങ്ങളാണ്. അത് പഠിക്കേണ്ടത്. അതൊന്നും സിനോണിംസ് അല്ല. ചിലപ്പോൾ നമുക്ക് ഖുർആനിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരേ ആശയം പറയാൻ വ്യത്യസ്ത പദങ്ങളോ വ്യത്യസ്ത രൂപങ്ങളോ ഒക്കെ ഉപയോഗപ്പെടുത്തിയത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ വേറെ വേറെ പദങ്ങൾ പറയുന്നത്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് എന്നതാണ് വസ്തുത. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്തിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക? സമാധാനം ഉണ്ടാവും, സലാം ഉണ്ടാവട്ടെ, റഹ്മത്ത് ഉണ്ടാവട്ടെ, ബർക്കത്ത് ഉണ്ടാവട്ടെ. ഇത് ഒരാളോട് പറയുകയാണെങ്കിലോ, അസ്സലാമു അലൈക്കും എന്നത് ശരിക്ക് കുറെ ആളുകളോട് പറയാൻ പറ്റിയ ഒരു വേർഡാണ്. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അത് നിനക്ക് ഇതാക്കണമെങ്കിൽ എങ്ങനെ പറയാം? ഓ അലൈക്ക. അങ്ങനൊന്ന് പറഞ്ഞു നോക്കി നിങ്ങള് ഒരാളോട്, ഒന്ന് പറഞ്ഞു നോക്കി വെറുതെ ഒരാളോട്, തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് അസ്സലാമു അലൈക്ക, തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അസ്സലാമു അലൈക്ക വറഹ്മത്തുള്ളാഹി
വബറകാതുഹു. ഇത് നമ്മൾ പറയുന്നത് നബിയോടാണ് എന്നതുകൊണ്ട് അസ്സലാമു അലൈക എന്ന് പറഞ്ഞതിന് ശേഷം നബിനൊന്ന് വിളിച്ചു നോക്കേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തഹിയാത്തിന്റെ പകുതിയിലധികം കഴിഞ്ഞു. ഞാൻ അർത്ഥം പറയണോ ഇനി? ആണോ? വേണ്ട. എന്താ നിങ്ങൾ ചെയ്തത്? നമ്മൾ പരസ്പരം സലാം പറയുന്നത് പോലെ നബിയോട് സലാം പറഞ്ഞു. അവിടെ അലൈക്കും എന്നത് മാറ്റി എന്താക്കി? അസ്സലാമു അലൈക എന്നാക്കി. പിന്നെ ആരോടാണോ പറയുന്നത് അതിന്റെ ഇടയിൽ വെച്ചു കൊടുത്തു. അയ്യുഹൻ നബിയു എന്നത് റഹ്മത്തും ബറക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുന്നേ അത് അവിടെ വെച്ചു കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയിപ്പോ നല്ല അത്തഹിയാത്തിൽ എന്താണ്? നമ്മൾ ആദ്യം നബിക്ക് സലാം പറയുന്നതിന് മുന്നേ പടച്ചവനോടല്ല സംസാരിക്കുന്നത്. ആദ്യം പടച്ചവൻ അഭിവാദ്യം ചെയ്യണം. പടച്ചവൻ എങ്ങനെ അഭിവാദ്യം ചെയ്യാ? പടച്ചവനെ അസ്സലാമു അലൈക യാ അല്ലാഹ് പറ്റൂലല്ലോ. പടച്ചോൻ തന്നെയാണ് സലാം. പിന്നെ പടച്ചവനോട് നമ്മള് പടച്ചോനെ നിനക്ക് സലാം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പടച്ചോൻ എങ്ങനെ അഭിവാദ്യം ചെയ്യാ? ചിലപ്പോ നമ്മൾ കത്തൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ അഭിവാദ്യം ചെയ്യാറുള്ളത്. തഹയ്യ തയ്യിബ മുബാറക വബഅദു. അല്ലേ? സ്കൂളൊക്കെ കത്തെഴുതി പഠിച്ചിട്ടുള്ളത് തഹയ്യ ഗ്രീറ്റിംഗ്സ്, അഭിവാദ്യങ്ങൾ. തയ്യിബ തയ്യിബത്തായ നന്മകൾ നൽകണം. പിന്നെ തഹയ്യ തയ്യിബ മുബാറക അനുഗ്രഹീതമായ അഭിവാദ്യങ്ങൾ, നല്ല തയ്യിബത്തായ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിക്കുന്നു എന്ന് പറയാം. അതെല്ലാം ഇവിടെ പറയുന്നത്. തഹയ്യാത്തു മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു. ആർക്ക്? ലില്ലാഹ്. അഭിവാദ്യം ചെയ്തതാണ് ആരെ? അല്ലാഹുവിനെ. അത് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അത്തഹയ്യാത്തു മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. പിന്നെ ആരെ അഭിവാദ്യം ചെയ്തു? ആരഭിവാദ്യം ചെയ്തു? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ആരഭിവാദ്യം ചെയ്തു? നമ്മളെ എല്ലാവരെയും. അസ്സലാമു അലൈക്കും എന്നുള്ളത് മാറ്റിട്ട് എന്താക്കി? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹ്. നമ്മൾക്കും അല്ലാഹുവിന്റെ എല്ലാ അമലുകൾക്കും. എങ്ങനെയുള്ള? അസ്വാലിഹീൻ, നല്ലവരായ. ഇനി രണ്ട് ഷഹാദത്തുകൾ പ്രഖ്യാപിച്ചാൽ മുസ്ലിമായല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത്തഹിയാത്ത് പഠിച്ചോ? അത്തഹിയാത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പഠിച്ചോ? ഇതിന് ചൊല്ലി പഠിക്കണോ? അർത്ഥം ചൊല്ലി പഠിക്കണോ? അത്തഹിയാത്തോ അഭിവാദ്യങ്ങൾ പഠിക്കണോ? വേണ്ട. അതിന്റെ ആവശ്യമേയില്ല. നിങ്ങൾ എഴുതുകയും വേണ്ട, പഠിക്കുകയും വേണ്ട, കേളപ്പാടം പഠിക്കുകയും വേണ്ട. അത്തഹിയാത്തെ മിഅ്റാജിന്റെ യാത്രയില് അതുണ്ടോ? ശരി. തെറ്റായ പിന്നെ റിപ്പോർട്ടാണ് വായിച്ചിട്ടുണ്ട്. പിന്നെ ആ റിപ്പോർട്ട് ദഈഫാണോ സഹീഹാണോ എന്നത് ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിക്കാൻ കാരണം ഇതേപോലെ ഒരു ക്ലാസ്സിൽ ഞാൻ എൻ്റെ ആശയം പറഞ്ഞ സമയത്ത് പിന്നെ ഒരാള് പിന്നെ അത്യാവശ്യം വായനയൊക്കെയുള്ള ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഞാനത് ആ സമയത്ത് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഞാനതെടുത്ത് പരിശോധിച്ചു. പക്ഷെ അത് വായിത്ത ദുർബലമാണ്, അങ്ങനൊന്നുമില്ല. അപ്പൊ തഹയ്യാത്ത് പഠിച്ചല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതേണ്ടത് എഴുതിയും കാണാതെ പഠിക്കുകയും ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് അത്തഹിയാത്തിൽ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ഇനി എഴുതാതെയും കാണാതെ പഠിക്കാതെയും കിട്ടുമല്ലോ. അതിനൊരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം അത്രേ ഉള്ളൂ. അത് മതി. നമുക്ക് എന്താണോ നേടേണ്ടത് എന്ന് നേടിയാൽ മതി. അതിങ്ങനെ തന്നെ ഈ വഴി തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മളുടെ ലക്ഷ്യമാണ്. പിന്നുള്ളത് രണ്ട് സ്വലാത്തുകൾ. അവന് ഞാൻ പറയേണ്ടയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾ ഈ വലിയ അനുഗ്രഹത്തിന് സ്വർഗം നമ്മളുടെ സ്വർഗത്തിന് വേണ്ടി പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ കണ്ടതാണ്.